നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ടോയ്ലറ്റ് മാലിന്യങ്ങൾ തൊടുപുഴയാറിലേക്ക് ഒഴുകുന്നതായി പരാതി. SDPI പ്രവർത്തകർ സ്ഥാപനം അടപ്പിച്ചു. KSRTC ഡിപ്പോ താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ചീഫ് എഞ്ചിനീയറും സംഘവും സന്ദർശിച്ചു. SFI പതാക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ടോയ്ലറ്റ് മാലിന്യം തൊടുപുഴയാറിലേക്ക് ഒഴുകുന്നതായി പരാതി. ഇടുക്കി റോഡിൽ KSRTCക്ക് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിലെ മാലിന്യമാണ് തൊടുപുഴയാറിലേക്ക് ഒഴുകുന്നത്. കഴിഞ്ഞ രാത്രി പുഴയിൽ കുളിക്കാനിറങ്ങിയവരാണ് മാലിന്യം ഒഴുകിയിറങ്ങുന്നതായി കണ്ടെത്തിയത്. രൂക്ഷമായ ദുർഗന്ധം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സമീപത്തുള്ള സിസിലിയ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് ഒഴുകുന്നതായി കണ്ടെത്തിയത്. നമ്മുടെ തൊടുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സിസിലിയ ഹോട്ടലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ അത് ഈ റോഡ് സമീപമുള്ള ഓടയിലൂടെയും മറ്റ് ഓടകളിലൂടെയും തൊടുപുഴയാറ്റിലേക്ക് ഒഴുകിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആരാധനാലയം നിലനിൽക്കുന്ന നിരവധി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കുടിവെള്ളത്തിനും കുളിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ തൊടുപുഴയാറ് ഇതിനെ മലിനമാക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിരുത്തരവാദപരമായ പ്രവർത്തനം നടത്തുന്ന ചില സ്ഥാപനങ്ങൾ, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ ഉടമകൾ ഈ തൊടുപുഴയിലെ മുഴുവൻ ജനങ്ങളോടും ഒരുതരം നിന്ദ്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം മാലിന്യങ്ങൾ ഈ കക്കൂസ് മാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് ഒഴുകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും തൊടുപുഴ നഗരസഭ അധികൃതർ അടിയന്തരമായി ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുവാനും ഈ സ്ഥാപനം അടപ്പിക്കുവാനും അതുപോലെ തന്നെ ഈ ഓടയിൽ ഒഴുകിയിട്ടുള്ള ഈ മാലിന്യങ്ങൾ എത്രയും വേഗം ശുദ്ധീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ ഒരു ദുർഗന്ധം അവസാനിപ്പിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണം. ഇത്തരമൊരു കുറ്റകരമായ സമീപനം സ്വീകരിച്ച ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. അതല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് വരും. പരാതി പരിശോധിച്ച മുനിസിപ്പൽ ആരോഗ്യ വിഭാഗവും പുഴയിലേക്ക് മലിനജലം ഒഴുകുന്നതായി കണ്ടെത്തി. ടൂറിസ്റ്റ് ഹോമിന് മുനിസിപ്പാലിറ്റി 15,000 രൂപ പിഴ ചുമത്തി. സ്ഥാപനത്തിന്റെ അടുക്കളയിൽ നിന്നുള്ള മലിനജലമാണ് പുഴയിലേക്ക് ഒഴുകിയതെന്ന് ടൂറിസ്റ്റ് ഹോം അധികൃതർ വിശദീകരിച്ചു. ഇതിനിടെ SDPI പ്രവർത്തകരെത്തി ടൂറിസ്റ്റ് ഹോം അടപ്പിച്ചു. സ്ഥാപനം അടപ്പിച്ച നടപടിക്കെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. വൈകിട്ടോടെ ടൂറിസ്റ്റ് ഹോം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ KSRTC ഡിപ്പോ താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ KSRTC ചീഫ് എഞ്ചിനീയറും സംഘവും സന്ദർശിച്ചു. നിലവിലുള്ള ഡിപ്പോ നവീകരിക്കുന്നത് മൂലമാണ് താൽക്കാലിക പ്രവർത്തനത്തിന് സ്ഥലം കണ്ടെത്തേണ്ടി വന്നത്. തൊടുപുഴ KSRTC ഡിപ്പോ താൽക്കാലികമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങൾ KSRTC ചീഫ് എഞ്ചിനീയറും സംഘവും സന്ദർശിച്ചു. ഡിപ്പോയുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും ആവശ്യം വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട രൂപരേഖ തയ്യാറാക്കുന്നതിനുമാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്.
ബസ് ടെർമിനൽ നിർമ്മാണം നടക്കുമ്പോൾ ഡിപ്പോ താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാൻ മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ച സംവിധാനം KSRTC അംഗീകരിച്ചിരുന്നു. ലോറി സ്റ്റാൻഡ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ്, കോതായിക്കുന്ന് സ്റ്റാൻഡിന് സമീപമുള്ള പേ ആൻഡ് പാർക്ക് എന്നിവ പ്രയോജനപ്പെടുത്തി ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ധനം മന്ത്രി PJ ജോസഫിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വ്യാപാരികളുടെ സംഭാവനയിൽ നിന്നും കണ്ടെത്തും. മന്ത്രി PJ ജോസഫും മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫും കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദുമായി ചർച്ച നടത്തിയിരുന്നു. SFI സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. നെടുങ്കണ്ടത്ത് അനീഷ് രാജൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ പുറപ്പെട്ടത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനു P. പുളിക്കലാണ് ജാഥ ക്യാപ്റ്റൻ. മുട്ടത്തും തൊടുപുഴയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഈ മാസം 26 മുതൽ പാലക്കാട്ടാണ് സമ്മേളനം. കേരളത്തിൽ 14 ലക്ഷത്തോളം വരുന്ന അംഗസംഖ്യയുള്ള ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടാണ് SFIയുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്നത്. 14 ലക്ഷത്തോളം വരുന്ന അംഗസംഖ്യയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് മാത്രമല്ല, പുഴയിലേക്ക് മലിനജലം ഒഴുക്കി വിവാദമായ ടൂറിസ്റ്റ് ഹോമിന് ലൈസൻസ് ഇല്ലെന്ന് PDP ആരോപിച്ചു. സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ജില്ലാ പ്രസിഡന്റ് MM സുലൈമാൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴയാറിനെ മലിനമാക്കുന്ന രൂപത്തില് ഈ ബാറിൽ നിന്നും ഒഴുക്കിവിടുന്ന ഒരു ഓസ് വഴി തൊടുപുഴയാറിലേക്ക് തുറന്നുവിട്ടിരിക്കുക. രാത്രി 10 മണിക്ക് ശേഷം കക്കൂസുകളിൽ നിന്നും മറ്റ് കിച്ചണിൽ നിന്നുള്ള ഇത് തുറന്ന് ആറ്റിലേക്ക് വിടുകയാണ്. ഇതിന് സമാനമായ മറ്റൊരു ബാർ കൂടിയുണ്ട്. തൊടുപുഴ ഏറ്റവും പ്രമുഖമായ ഒരു സ്വകാര്യ ആശുപത്രി ചാഴികാട്ട് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പാപ്പുട്ടി ഹാളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇതേ രൂപത്തിൽ പുഴയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. സംസ്കരണ പ്ലാന്റ് വേണം എന്നുള്ള വിധി കൃത്യമായ നിയമം ഉള്ളപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞത് സിസിലിയ ബാറിന് ഉള്ള ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല. നിയമാനുസൃതമായി സംസ്കരണ പ്ലാന്റുകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല. വസ്തുത ഇതാണെന്നിരിക്കെ സിസിലിയ ബാർ കഴിഞ്ഞ 30-ാം തീയതി CPM മേടല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം P. മുരളി അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി KK മനോജ് പ്രസംഗിച്ചു. നമുക്കെല്ലാം അത്ഭുതമാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് TP ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയക്കാരൻ കൊല ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിനു മുമ്പൊന്നും രാഷ്ട്രീയപരമായ കൊലപാതകം കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കൊന്നത് ശരിയുമല്ല, അതിനെയൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ അതെല്ലാം CPM ആണ് ചെയ്തെന്ന മട്ടിൽ CPM നേതാക്കളെയെല്ലാം പ്രതി ചേർത്ത് നേരത്തെ തന്നെ ഒരു പ്രതിപട്ടിക തയ്യാറാക്കി ആളുകളെ ഞങ്ങളുടെ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതെല്ലാം വലിയൊരു തിരക്കഥയുടെ ഭാഗമായി നടത്തുന്നതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചില സിനിമകൾ ഇങ്ങനെ സിനിമാ തിയേറ്ററിൽ ഓടുന്ന പോലെ 1 വാരം ഓടി, 2 വാരം ഓടി, 3 വാരം ഓടി, ഇതിപ്പം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നിൽക്കുന്നില്ല. കാരണം വാർത്തകൾ ഇങ്ങനെ ചാനലുകൾ CD-കളിലാക്കി ഇങ്ങനെ വെച്ചേക്കുക. കാരണം ഇതൊരു കള്ളക്കഥയാണ്, ഇത് കെട്ടിച്ചമച്ച കഥയാണ്. കാരണം തിരുവഞ്ചൂരും ഉമ്മൻചാണ്ടിയും എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഈ കൊലപാതകവുമായിട്ട് CPM-ന് ബന്ധമില്ല എന്ന് ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മുതലക്കോടം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ രക്ഷാധികാരി K. മത്തായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ MD ജോസഫ് സംഘടനാ രേഖ വിശദീകരിച്ചു. സെന്റ് ജോർജ് പാരിഷ് ഹാളിലായിരുന്നു പരിപാടി. 20-ാം വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ മെയ് മാസത്തിൽ എറണാകുളത്ത് വെച്ച് സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ ആ സമാപനം കഴിഞ്ഞ ഉടനെ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേർന്ന് ഈ വർഷത്തേക്കുള്ള പ്രവർത്തനം എന്തൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും
ബ്ലോക്കുകൾ യൂണിറ്റുകളെ എല്ലാ പെൻഷൻകാരെയും അറിയിക്കുന്ന സ്വീകരണങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. അതനുസരിച്ചാണ് അന്നത്തെ തീരുമാനമാണ് ജൂലൈ 25 മുമ്പ് മാസത്തിൽ ജൂലൈ 25-ാം തീയതി യൂണിറ്റുകൾ ഉള്ളത് എല്ലാ യൂണിറ്റുകളിലെയും കൺവെൻഷനുകൾ ഇന്ന് അവസാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 25-ാം തീയതി 24-ാം തീയതി ആണല്ലോ. തൊടുപുഴ ഡയറ്റ് ലാബ് യു പി സ്കൂൾ അധ്യാപകൻ KN ദാമോദരന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് GSTU. തൊഴിൽ സ്ഥലത്തെ പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് GSTU ആരോപിച്ചു. അന്വേഷണം കാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിക്കും. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും നിയമനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ടും റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകൾ ബുധനാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിൽ ധർണ നടത്തും. രാവിലെ 10-ന് ഇടുക്കി ജില്ലാ കളക്ടറേറ്റിന് മുൻപിൽ ധർണ ആരംഭിക്കും. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ല സുഭദ്രോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തൊഴിലാ വിദ്യാഭ്യാസ ഉപജില്ലാ തലത്തിൽ ഈ വർഷം 2012-2013 സ്കൂൾ ഗെയിമിന് സ്പോൺസറുകളുടെ തുടക്കമാണെന്നാണ്. സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റാണ് ഇത്. തലത്തിൽ ചാമ്പ്യന്മാരെ അതായത് 25-ാം തീയതി തന്നെ ജില്ലാ റവന്യൂ ജില്ലാ മത്സരം നടക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് ടീമുകളെ ഏത് സ്കൂളാണോ ആ സ്കൂളിനെ 27-28 നടക്കുന്ന സംസ്ഥാന മത്സരത്തിന് അർഹത നേടുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ടോയ്ലറ്റ് മാലിന്യങ്ങൾ തൊടുപുഴയാറിലേക്ക് ഒഴുകുന്നതായി പരാതി. SDPI പ്രവർത്തകർ സ്ഥാപനം അടപ്പിച്ചു. KSRTC ഡിപ്പോ താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ചീഫ് എഞ്ചിനീയറും സംഘവും സന്ദർശിച്ചു. SFI പതാക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.